പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായ ഉറക്കം തന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. ആസന്ന ഭാവിയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാന് ദൈവം ദൂതൻ മുഖാന്തരം അരുളി ചെയ്തതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 14 വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കുന്നു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. മറ്റാരെയും കൂടുതലായി നരകത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് യേശുക്രിസ്തുവാണ്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്നതിനെയാണല്ലോ മരണം എന്ന് പറയുന്നത്. മരിച്ചവർ ആബാലവൃദ്ധം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്കായി നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. അന്ത്യന്യായവിധിക്ക് ഒരുവൻ ഇരയായി തീരുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ ദൈവം ചേർത്തുവോ ഇല്ലയോ എന്നതിനെ ആസ്പദമാക്കിയാണ്. അന്ത്യന്യായവിധിക്ക് ശേഷം ആരെങ്കിലും നരകത്തിലേക്ക് തള്ളപ്പെടുന്നുവെങ്കിൽ അവർ നിത്യമായി ദൈവത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് അതിനെ രണ്ടാം മരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒന്നാം മരണത്തിൽ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു. രണ്ടാം മരണത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നും എന്നേക്കുമായി വേർപെട്ടു പോകുന്ന അവസ്ഥയാണ്. രണ്ടാം മരണം അല്ലെങ്കിൽ തീപ്പൊയ്ക ദുഷ്ടന്മാരുടെ മാറ്റമില്ലാത്ത അവസ്ഥയാണ്. അവിടെ നിത്യദണ്ഡനമായിരിക്കും ഫലം. അവിടെ നിന്നും യാതൊരു വിടുതലും ലഭിക്കയില്ല. ആരാണ് തീപ്പൊയ്കയിൽ തള്ളപ്പെടുന്നത് എന്ന് വെളിപ്പാട് പുസ്തകം 21 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു. അവിടെ വായിക്കുന്നു: ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. തീപ്പൊയ്കയിൽ തള്ളപ്പെടുവാൻ സാധ്യതയുള്ള 8 തരം ആൾക്കാർക്കുള്ള മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ ഭയപ്പെട്ടിരുന്ന ഭീരുക്കൾ തുടങ്ങി ഭോഷ്കു പറയുന്നവർ, അതായത് നുണ പറഞ്ഞ് മറ്റുള്ളവരെ ചതിക്കുന്നവർ, ബിംബാരാധികൾ, ഇവരൊക്കെയും തീപ്പൊയ്കയിൽ തള്ളപ്പെടും എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. വിഗ്രഹാരാധന ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അഭിമുഖമായി അരുളി ചെയ്ത ധാരാളം ന്യായപ്രമാണ കൽപ്പനകളുണ്ട്. കൂട്ടത്തിൽ ദൈവം തൻ്റെ കൈകൊണ്ട് എഴുതി രേഖപ്പെടുത്തി 10 കൽപ്പനകൾ കൊടുത്തിരുന്നു. അതിലെ ഒരു കൽപ്പനയാണ്: ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. പുറപ്പാട് പുസ്തകം 20 അധ്യായം 4 വാക്യത്തിലാണ് ഈ കൽപ്പന കാണുന്നത്. മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ താമസിച്ചപ്പോൾ പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഇസ്രായേൽ ജനം അതിനെ ആരാധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദൈവം മോശയോട് പറഞ്ഞു: നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. അവർ ദുശാഠ്യമുള്ള ജനം ആകൊണ്ട് ഞാൻ അവരെ ദഹിപ്പിക്കുവാൻ പോകുന്നു. എന്നാൽ മോശ അവർക്കു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് ചെയ്യുവാനിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. എങ്കിലും അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു എന്ന് വായിക്കുന്നു. ആവർത്തന പുസ്തകത്തിലും വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന പ്രബോധനം കാണുവാൻ കഴിയും. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സദൃശമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയോ ഭൂമിയിൽ ഉള്ള യാതൊരു ഇഴജാതിയുടെയോ സദൃശമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും
പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് ജനത്തെ ഉപദേശിക്കുന്നത് അവിടെ കാണുന്നു. മനുഷ്യ കൈകളാൽ തീർക്കുന്ന വിഗ്രഹങ്ങൾ ദൈവത്തെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതുമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ദുസ്വഭാവമാണ് വിഗ്രഹാരാധന. ദൈവം വെറുക്കുന്ന ഒരു വലിയ പാപമാണിത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പോലും ഒടുവിൽ വിഗ്രഹാരാധനയിൽ വീണുപോയി. അന്യജാതിക്കാരികളായ സ്ത്രീകളെ വിവാഹം ചെയ്തത് നിമിത്തം അവരുടെ ദേവന്മാരെ ആരാധിക്കുവാൻ താൻ വശീകരിക്കപ്പെട്ടു പോയതായി കാണുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൽ വിഗ്രഹാരാധനകളുടെ ദോഷവശം വെളിപ്പെടുത്തുന്നത് കാണുന്നു. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം. ഒരു ദേവനെ ഉണ്ടാക്കുകയോ ഒന്നിനും കൊള്ളരുതാത്തൊരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവൻ അവർ ഒരുപോലെ ലജ്ജിച്ചു വിറച്ചു പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി തീക്കനിൽ വേല ചെയ്ത് ചുറ്റിക കൊണ്ട് അടിച്ച് രൂപമാക്കി ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. ആശാരി തോത് പിടിച്ച് ഈയക്കോലുകൊണ്ട് അടയാളമിട്ട് ചീകളി കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ അവർ മനുഷ്യാകൃതിയിലും പുരുഷകോമളത്വത്തിലും തീർത്ത് ക്ഷേത്രത്തിൽ വയ്ക്കുന്നു. അവരുടെ മനോഹര ബിംബങ്ങൾ ഒന്നിനും ഉപകരിക്കുന്നില്ല. അവ ഒന്നും കാണുന്നുമില്ല, അറിയുന്നതുമില്ല. മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്നതിൻ്റെ നിഷ്പ്രയോജനത്വവും പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത്, മനുഷ്യൻ അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു. അതിൽ കുറെ എടുത്ത് മനുഷ്യൻ തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ മൂഢതയെ അവിടെ വ്യക്തമാക്കുന്നു. താൻ നട്ടുപിടിപ്പിച്ച വൃക്ഷത്തിൻ്റെ ഒരംശം കൊണ്ട് തീ കത്തിക്കുന്നു. നല്ല തീ കുളിർ മാറിയെന്ന് പറയുന്നു. ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു, തൃപ്തനാകുന്നു. അതിൻ്റെ ശേഷിപ്പ് കൊണ്ട് അവനൊരു ദേവനെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. വിഗ്രഹങ്ങൾ ഒന്നും അറിയുന്നതുമില്ല, ഗ്രഹിക്കുന്നതുമില്ല എന്നതാണ് വാസ്തവം. വിഗ്രഹമായൊരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല എന്ന് യെശയ്യാവ് 45:20 പറയുന്നു. മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ എന്ന് പറയുവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല, ബോധവുമില്ല എന്ന് അവിടെ വായിക്കുന്നു. വഞ്ചിക്കപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. മനുഷ്യൻ്റെ അറിവില്ലായ്മയെക്കുറിച്ചും മിഥ്യാബോധത്തെക്കുറിച്ചും ദൈവം പ്രവാചകനിലൂടെ വ്യക്തമായി സംസാരിക്കുന്നത് അവിടെ കാണുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ വശീകരിക്കപ്പെട്ടു എന്ന കാരണത്താലാണ് ഇസ്രയേൽ ജനം ബാബിലോണിയ അടിമത്തത്തിലേക്ക് പോകുവാൻ സംഗതിയായത്. ബാബിലോണിയരുടെ 2 പ്രമുഖ ദേവന്മാരാണ് ബേലും നെബോവും. യുദ്ധത്തിൽ തോറ്റ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്ന ബാബിലോണിയർ വിഗ്രഹങ്ങളെ തങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് കയറ്റി അതുമായി ഓടുകയാണ്. ആ വിഗ്രഹങ്ങളുടെ ഭാരം നിമിത്തം പ്രസ്തുത മൃഗങ്ങൾ പോലും തളർന്നു കുനിയുന്നു. എന്നാൽ ഇസ്രയേലിൻ്റെ ദൈവം തൻ്റെ ജനത്തെ ചുമക്കുകയും കരുതുകയും ചെയ്യുന്നു എന്ന സത്യം അവർ പലപ്പോഴും മറന്നുപോകുന്നു. ബാബിലോണിയർ അവരുടെ ദേവന്മാരെ ചുമന്നു തളരുമ്പോൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും എന്നുള്ള വാഗ്ദാനം ദൈവം ഇസ്രയേലിനു നൽകുന്നത് അവിടെ കാണുന്നു. നാം ശിശുവായിരിക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മളെ ചുമക്കും. എന്നാൽ എല്ലാ കാലത്തും ചുമക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. യാക്കോബ് ഗ്രഹത്തോടുള്ള ബുദ്ധി ഉപദേശം നമ്മോട് ഓരോരുത്തരോടും ഉള്ളതാണ്. പൊന്നും വെള്ളിയും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവരുടെ മൂഢതയെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ 115 പറയുന്നുണ്ട്. പൊന്നും വെള്ളിയും കൊണ്ടുള്ള അവരുടെ വിഗ്രഹങ്ങൾ മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല.
അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. തുടർന്ന് ഇസ്രയേലിനോട് ആഹ്വാനം ചെയ്യുന്നു: ഇസ്രയേലെ, യഹോവയിൽ ആശ്രയിക്കാം. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കാം. അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പേൻ. പുതിയ നിയമത്തിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു: പ്രിയരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. ഇസ്രയേല്യരുടെ മരുഭൂപ്രയാണത്തിൽ അവർക്ക് സംഭവിച്ച ദോഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെ: അവർ സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. ഇസ്രയേൽ ബാൽപെയോരിനോട് ചേർന്ന സംഭവത്തിൽ ആ കാലത്ത് കൊല്ലപ്പെട്ടവരുടെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് വിഗ്രഹാരാധന വിട്ടോടുവിൻ എന്ന് പ്രബോധിപ്പിക്കുന്നത്. ബിലയാമിൻ്റെ തന്ത്രപരമായ ചതിപ്രയോഗത്തിൽ ഇസ്രയേൽ ജനം കുടുങ്ങിപ്പോയതുകൊണ്ടാണ് അവർ ഈ മഹാപാപത്തിൽ വീഴുവാനിടയായത്. മോവാബ്യ സ്ത്രീകളുമായി പരസംഗത്തിലേർപ്പെട്ട ഇസ്രയേല്യർ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുവാൻ വിഗ്രഹാരാധനയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. വിഗ്രഹാരാധനയിലേക്ക് വീണുപോയ ഇസ്രയേല്യരെ ശിക്ഷിക്കുവാൻ ദൈവം അയച്ച ബാധയിൽ 23,000 പേർ മരണപ്പെട്ടു. വിഗ്രഹാരാധന വിട്ടോടേണ്ട ആവശ്യകത പുതിയ നിയമ ഇസ്രയേലിനെ പൗലോസ് ഓർപ്പിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഓരോരുത്തർക്കും കൂടിയുള്ള പ്രബോധനമാണ് ഇത്. ദൈവത്തിൻ്റെ ഹിതത്തിനും ദൈവനാമമഹത്വത്തിനും മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നാം ഏത് കാര്യത്തിലും ഇടപെടേണ്ടത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം എല്ലാവരും സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. വില കൊടുത്ത് വാങ്ങി സ്വന്തമാക്കുക എന്നാണ് വീണ്ടെടുപ്പെന്ന വാക്കിൻ്റെ അർത്ഥം. പാപത്തിന് വിൽക്കപ്പെട്ടവനും മരണത്തിന് വിധിക്കപ്പെട്ടവനുമായി അടിമച്ചന്തയിൽ ആയിരുന്ന മനുഷ്യനെ യേശു തൻ്റെ രക്തം വിലയായി നൽകി അവനെ വീണ്ടെടുത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും ശിക്ഷയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരായി ദൈവം സ്വീകരിക്കുന്നു. നിത്യമായി സ്വർഗത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിഗ്രഹാരാധന വിട്ടോടുവാൻ തയ്യാറാകണം. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.